നിർദ്ദിഷ്ട കുറ്റ്യാടി പെരിങ്ങത്തൂർ മട്ടന്നൂർ എയർപോർട്ട് റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലം നഷ്ടപ്പെടുന്നവരുടെ യോഗം കീഴ്മാടം RJ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പരിസ്ഥിതി ആഘാത പഠനം നടത്താതെയും ഇരകളുടെ ആവശ്യങ്ങൾക്ക് മുഖവില കൊടുക്കാതെയുമാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതെന്ന് യോഗം കുറ്റപ്പെടുത്തി. കൂടത്തിൽ അബ്ദുള്ള മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. വയനാടിനെ സമർപ്പിക്കാൻ എല്ലാ സാധ്യതയുണ്ട്. അവിടെ ഒരു കാരണവശാലും കനകമലയുടെ പരിസരത്ത് കൂടി ഇത്ര വീതിയുള്ള റോഡ് ഒരിക്കലും പോകാൻ പാടില്ല. ആ മലയുടെ പ്രാധാന്യം, മലയുടെ വലുപ്പം, ഇതൊക്കെ നമ്മൾ ആക്ഷേപിക്കുന്നു. അതേപോലെ സാമൂഹ്യ ആഘാതം വലിയ നട്ടവരിക സിഗ്നി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളും ഈ ഹരിത അതേപോലെ ഏറ്റവും സൗകര്യപ്രദമായ ആദ്യത്തെ പ്രപ്പോസൽ ഇനി അതല്ലെങ്കിൽ രണ്ടുപേരിപ്പാത അതിലാകുമ്പോൾ കുറച്ച് നട്ടവരും തമ്മിൽ നട്ടാണ് രണ്ടുപേരിപ്പാത ഫുട്പാത്ത് ഉണ്ടായത് തന്നെ മതി. അടുത്ത കാലത്ത് ഒരു 100 കൊല്ലത്തേക്ക് ഈ പോകുന്ന വാർത്തകൾ വലിയ പുരോഗതി സാധ്യതയില്ല. ഉണ്ടെങ്കിൽ പുതിയ റോഡ് വരട്ടെ. പുതിയ ഏരിയയിൽ പുതിയ റോഡ് വന്നാലേ ആ ഏരിയ വികസിക്കണം. കേരളത്തെ കുറഞ്ഞ സ്ഥലം മാത്രം നിശ്ചയ പോരാ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജഡ്ജസിനെ ബോധ്യപ്പെടാൻ പറ്റിയ നല്ല ആ പോയിന്റ് ഇതൊക്കെ കഴിയുമ്പോൾ ബാധിച്ച് കൊടുക്കണം. വാദം നമ്മൾ നടത്തണം. ഉടനെ തന്നെ ബ്രിട്ടീഷ് ചെയ്യുന്ന പേപ്പറിലൊക്കെ പറയണം. പരിസ്ഥിതി പഠനം നിഷ്പക്ഷമായിട്ട് നടത്തണം. അവരുടെ കുഴപ്പമുള്ളൂ. ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ വേണ്ടപ്പെട്ട ആൾക്കാർക്ക് രാഷ്ട്രീയക്കാർക്ക് ആദ്യം കൊണ്ടുകൊടുക്കും. ഇപ്പം അനുസരിച്ചാൽ എഴുതിയാൽ മതി. അപ്പൊ അവരനുസരിക്കുന്നു. അത് മാറ്റണമെന്ന് തോന്നിയാൽ ആ മാറ്റം വരും. പക്ഷെ നമുക്കൊന്നുകൊണ്ടാവ യഥാർത്ഥ പരിസ്ഥിതി പഠനമായിട്ട് അത് രണ്ടും സാമൂഹ്യ ആഘാതവും പരിസ്ഥിതിക്ക് വരുന്ന ആഘാതവും ഒക്കെ ഈ റിപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇനി വേറെ നിവേദനം കടത്തുകൊണ്ട് വലിയ കാര്യം തോന്നിയിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഭാസ്കരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. മുനീർ NA പെരിങ്ങത്തൂർ, അഷ്റഫ് പൂക്കോം, S കുഞ്ഞിരാമൻ, കരീം KK എന്നിവർ സംസാരിച്ചു. നിർദ്ദിഷ്ട അലൈൻമെന്റ് ചരിത്ര പ്രാധാന്യമുള്ള ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ കനകമല പരിസരത്തു കൂടി ആകുന്നത് മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ളതും കനകമലയുടെ പരിസര പ്രദേശങ്ങൾ നശിച്ചു പോകാനും വാസയോഗ്യമല്ലാതാകാനുമുള്ള സാധ്യതകളും പരിസരവാസികൾ പങ്കുവച്ചു. യോഗത്തിന് PV മുഹമ്മദ് സ്വാഗതവും സാബിർ കൂലോത്ത് നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ് പാനൂർ.